ഓൺലൈൻ ചൂതാട്ടങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണോ നിങ്ങൾ? അതല്ലെങ്കിൽ ഇത്തരം ചൂതാട്ടങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരെ നിങ്ങൾക്കറിയാമോ? ഓരോ നാൾ കഴിയുന്തോറും ഓൺലൈൻ ചൂതാട്ടങ്ങൾ അടിക്കടി വർദ്ധിച്ചു വരുന്നു. നമുക്കറിയാം, പണ്ട് പണം വെച്ച് ചീട്ട് കളിക്കുന്നവരെ ഓടിച്ചിട്ട് പിടിക്കാൻ പാടവരമ്പത്തും കവലകളിലുമൊക്കെ പോലീസ് വരാറുണ്ടായിരുന്നു, അല്ലേ? പല സിനിമകളിലും നമുക്കിത് കാണാൻ കഴിയും. എന്നാൽ ഇന്ന് കാലം മാറി ഇത്തരം ഗെയിമുകൾ ഓൺലൈനിലൂടെയും കളിക്കാമെന്നായി. അതിന് വലിയ തോതിൽ പരസ്യം നൽകാൻ വലിയ വലിയ പരസ്യ കമ്പനികൾ മുന്നിലുണ്ട്. ലക്ഷങ്ങൾ സമ്പാദിക്കൂ, കോടികൾ സമ്പാദിക്കൂ എന്ന് ആരെയും മോഹിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞ് അവസാനം ഈ കളി ശീലമാകാനോ സാമ്പത്തിക നഷ്ടത്തിനോ സാധ്യതയുണ്ട്, ഉത്തരവാദിത്വത്തോടെ കളിക്കുക എന്ന മുന്നറിയിപ്പ് വളരെ വേഗത്തിൽ പേരിന് പറഞ്ഞ് അവർ മാർക്കറ്റ് ചെയ്യുന്നു. ഇത്തരത്തിൽ ഓൺലൈനിലൂടെ പണം കൊടുത്ത് കളിക്കുന്ന ഗെയിമുകൾ ഇന്ന് ധാരാളമുണ്ട്. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ പലരും പ്രായഭേദമന്യേ ഇത്തരം ഗെയിമുകളുടെ വലയത്തിൽപ്പെടുന്നു. തുടക്കത്തിൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുവാനുള്ള ഒരു എമൗണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ലഭിക്കുന്നത് കൊണ്ട് പലരും ഒരു കൗതുകത്തിന് തുടങ്ങുകയും പിന്നീട് പണം നഷ്ടപ്പെട്ട് കെണിയിലാവുകയും ചെയ്യാറുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പണം ക്രമാതീതമായി കുറയുന്നതിൻ്റെ കാരണം തിരക്കി പോയപ്പോഴാണ് അറിയുന്നത്. പെങ്ങളുടെ മകൻ, അവന് 10-11 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, 5ാം ക്ലാസ്സുകാരനാണ്, ഓൺലൈനിൽ ഏതോ ഗെയിം കളിക്കുന്നതാണെന്ന്. അത്തരത്തിൽ ഒരു കൊച്ചുകുട്ടി തുടങ്ങി പ്രായമായവർ വരെ ഇത്തരം ഗെയിമുകൾക്ക് അഡിക്റ്റ് ആവാറുണ്ട്. അതിന് അവരെ മാത്രം തെറ്റു പറയാൻ സാധിക്കില്ല, കാരണം അത്രത്തോളം പരസ്യം അവയ്ക്ക് ലഭിക്കാറുണ്ട്. ഇവയ്ക്ക് പുറമെ യൂട്യൂബേഴ്സിൻ്റെയും പല ഓൺലൈൻ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും ഒക്കെ പേജുകളിലൂടെ ഇത്തരം ഗെയിമുകൾക്ക് വലിയ രീതിയിൽ പ്രൊമോഷൻ പോകാറുണ്ട്. ഫിലിപ്പീൻസിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത, ഓൺലൈൻ ചൂതാട്ടം നിരോധിക്കണമെന്ന് ഫിലിപ്പീൻസ് മെത്രാന്മാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. ഓൺലൈൻ ചൂതാട്ടങ്ങൾ പൊതുജനത്തിന്റെ മാനസിക ശാരീരിക ആരോഗ്യത്തെ ബാധിക്കുമെന്നതിനാൽ അവയെ നിരോധിക്കണമെന്നാണ് അവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. അതിനൊരു കാരണം കൂടി വേറെയുണ്ട്. രാജ്യത്തെ കാരിത്താസ് സംഘടനയുടെ നേതൃത്വത്തിലുള്ള ആസക്തി വിമുക്ത ചികിത്സാ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഓൺലൈൻ ചൂതാട്ട ആസക്തി കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് മെത്രാന്മാർ തങ്ങളുടെ ആവശ്യം ശക്തമായി ഉന്നയിച്ചത്. സമൂഹത്തെ നാശത്തിലേക്ക് നയിക്കുന്നതാണ് ഓൺലൈൻ ചൂതാട്ടമെന്ന് മെത്രാന്മാർ ചൂണ്ടിക്കാട്ടി. പണം സമ്പാദിക്കുന്നതിനായി മറ്റുള്ളവരുടെ ബലഹീനതകളെ ചൂഷണം ചെയ്യുകയാണ് ഇത്തരം ഗെയിമുകളുടെ ലക്ഷ്യം. എന്നാൽ ഇവയ്ക്ക് പുറമെ സാമ്പത്തിക നഷ്ടങ്ങൾ, മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ, കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളും ഓൺലൈൻ ചൂതാട്ടങ്ങളുടെ പിന്നിൽ നടക്കുന്നുണ്ട്. ഇതും സർക്കാരിനോട് അവർ എടുത്തു പറഞ്ഞു. ഇനി ഇത്തരം കേസുകൾ എടുത്താൽ സമ്പന്നരായ വ്യക്തികൾക്കിടയിൽ മാത്രമല്ല, താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾക്കിടയിലും, എന്തിന് തൊഴിൽ രഹിതർക്കിടയിൽ പോലും ഇത് ഒരുപോലെ വ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ ചൂതാട്ടങ്ങൾ ദാരിദ്ര്യാവസ്ഥയിലേക്ക് സമൂഹത്തെ ഒന്നടങ്കം എത്തിക്കുമെന്നുള്ള മുന്നറിയിപ്പും സഭ നൽകുകയുണ്ടായി. മറ്റൊരു കാര്യമുള്ളത്, അടുത്തിടെ പുറത്തു വന്ന സർവേയിൽ യുവാക്കൾക്കും മധ്യവയസ്കരായ ഫിലിപ്പീൻസ് വംശജർക്കും ഇടയിൽ ഓൺലൈൻ ചൂതാട്ടം വളരെ ഗുരുതരമായ വിധത്തിൽ വ്യാപിക്കുന്നുണ്ടെന്ന് വ്യക്തമായിരുന്നു. ആ സർവേയിൽ ഇപ്രകാരം പറയുന്നു, 18-നും 24-നും ഇടയിൽ പ്രായമുള്ള ഫിലിപ്പിനോകളിൽ 66% പേരും ഓൺലൈൻ ചൂതാട്ടം നടത്തുന്നവരാണെന്നും 41-നും 55-നും ഇടയിൽ പ്രായമുള്ളവരിൽ 57% പേരും ആഴ്ചയിൽ ശരാശരി 2-3 തവണ പതിവായി ഓൺലൈൻ ചൂതാട്ടം നടത്തുന്നവരുമാണെന്നുമാണ് അതിൽ പറയുന്ന പഠനം. ഈ പശ്ചാത്തലം കൂടി കണക്കിലെടുത്താണ് ചൂതാട്ടം എന്ന സാമൂഹ്യ വിപത്തിനെ ഒഴിവാക്കാനായി ഇവ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് മെത്രാന്മാർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ ഇത്തരം കേസുകൾ സംസാരിക്കുവാനോ ചർച്ച ചെയ്യുവാനോ നാം മുന്നിട്ടിറങ്ങേണ്ടതല്ലേ എന്നതും ഒരു ചോദ്യമാണ്.